ഇന്നത്തെ വീഡിയോയിൽ ചുരക്ക കൊണ്ടുള്ള 2 കറികളാണ്. ഒന്ന് ചപ്പാത്തിക്കും ഒന്ന് ചോറിനും കണക്കാക്കിയിട്ടുള്ളത്. ചുരക്ക തൊലി കളഞ്ഞ് മുറിച്ച് അതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് കുക്കറിൽ വേവിച്ച് വയ്ക്കാം. ആദ്യത്തെ കറി ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉണക്കമുളക്, പിന്നെ ഒരു സവാള അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അത് കുറച്ചൊന്ന് വഴന്നു കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരല്പം കൂടെ ഇഞ്ചി ചേർക്കുന്നുണ്ട്. അരിഞ്ഞാണ് ചേർക്കുന്നത്. എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് വാടി കഴിയുമ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി അതൊന്ന് വാട്ടിയതിന് ശേഷം 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി വേവിച്ച് വെച്ച ചുരക്കിയിൽ നിന്ന് പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കറി ആവശ്യത്തിനൊന്ന് വറ്റിച്ചെടുക്കാം. ഇത് ചപ്പാത്തിക്ക് മാത്രമല്ല ചോറിന് നല്ലൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് കുറുകി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇപ്പോൾ കറി റെഡിയായി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അടുത്ത കറി ചോറിനാണ് കൂടുതൽ ചേരുന്നത്. അപ്പോൾ ഒരു പിടി ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 7-8 എണ്ണം. പിന്നെ 4 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ചതച്ച മുളക് 1 ടീസ്പൂൺ ഉണ്ട്. കറിവേപ്പില. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് ഉണക്കമുളകും ചേർത്ത് പിന്നീട് ചതച്ച ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി അതിൻ്റെ കളറ് മാറിക്കഴിഞ്ഞപ്പോൾ ചതച്ച മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് മൊരിയിച്ചെടുക്കുക. ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 1 കപ്പ് വേവിച്ച പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പീസ് പരിപ്പാണ്. ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി 2 കപ്പ് ചുരക്ക വേവിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തിളച്ച് കഴിയുമ്പോൾ ഉപ്പൊന്ന് നോക്കുക. പോരായെങ്കിൽ ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് കിട്ടട്ടെ. അതിനുശേഷം 4-5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലേക്കിട്ട് അല്പം കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ചോറിന് നന്നായിട്ട് ചേരുന്നൊരു കറിയാണ്. ചുരക്കി കൊണ്ടുള്ള തേങ്ങയൊന്നും ചേർക്കാത്ത 2 എളുപ്പക്കറികളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.